എന്ത് പറ്റിയെന്ന അയാളുടെ കാലുമ വണ്ടി കയറിയെന്നേ ചില്ലറ കളിയായിട്ടാണ് കാലിന്റെ എല്ലുമ്പറ്റൊക്കെ പൊട്ടിയിട്ടുണ്ട്. താനിപ്പോ അങ്ങോട്ട് പോകണ്ട. പണ്ടാറ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 10,000 രൂപ ചെലവ് ഓരോ എന്തുട്ടാണ് ഇപ്പൊ 10,000 രൂപ കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തീർക്കാൻ പറ്റും. എങ്കിലും 1000 രൂപ ഇങ്ങോട്ടാ ഞാൻ അങ്ങ് തീർക്കാം. എന്താ ജിച്ചാൽ ഏതാ പ്രാവശ്യം ഇതും വെച്ചിട്ട് എന്തുട്ടാണ് ഭയങ്കര പൊട്ടാണ് പൊട്ടിയേക്കണത്. താനൊരു പണി താ പോയിക്കോ, ഞാൻ എന്തിനും ചെയ്ത് തീർത്തോളാം. ചേട്ടാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചേട്ടാ, ഞാൻ പോയിക്കോട്ടെ. താൻ പോയിക്കോ, ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ ഡീൽ ചെയ്തോളാം. എനിക്ക് 500 ബാക്കി എൻ്റെ ഇരിക്കട്ടെ. രക്ഷയില്ലാത്ത കേസായിരുന്നപ്പാ, വേറും ദാരിദ്ര്യം പിടിച്ച 500 രൂപ കിട്ടി. 500 രൂപ ഇരിക്കട്ടെ. അപ്പം എനിക്കൊന്നുമില്ലേ, അടുത്തേൽ പിടിക്കാം, ഭാഷ പിടിക്കാം. പിന്നെ എല്ലാ വണ്ടിക്കാരും പൊട്ടന്മാരല്ലേ. ഞാനില്ല ഈ പരിപാടിക്ക്. ആ പാവത്തിന്റെ കാശ് വാങ്ങിച്ചത് കൊണ്ട കൊടുത്തതേ, ഞാൻ വാങ്ങിച്ച 500 രൂപ. ഞാനും വെക്കണ 1000. അത് കൊള്ള വെറുതെ തേങ്ങ വന്നിട്ട് 2 ചകളൊക്കെ അടിച്ചത്. ഈ കണക്കിന് തെങ്ങ് വീണിയാഞ്ഞത് ശരിയാടോ. നമുക്കേ പാവത്തിന് പോയി കണ്ടുപിടിച്ച പൈസ കൊടുക്കാവാ. അയാള് പോയിട്ടില്ല, ആളവിടെ കിടപ്പുണ്ടല്ലോ. എന്നെ അയാള് കണ്ട, നീ പോയി സംസാരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. ചേട്ടാ എന്താ ചേട്ടൻ ഇതുവരെ പോയില്ലേ? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ട് ചേട്ടാ? പ്രശ്നമൊന്നുമില്ല ചേട്ടാ. ഇവിടെ കിടക്കണം. ഞാന് 1500 എന്റെ കയ്യിലുണ്ടായിരുന്നു എനിക്ക് തന്നത്. ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് കടം മേടിച്ചിട്ട് അച്ഛനെ മരുന്ന് മേടിക്കാൻ പറ്റിയ കാശാണ് കേട്ടോ. ചേട്ടാ ഞാൻ പേടിക്കണ്ട. അതെ ചേട്ടാ കരയണ്ട. അതെ ഞങ്ങൾക്ക് ഒരു കുറ്റം പോകുന്നിട്ട് ഞങ്ങൾ തിരിച്ചു തരാൻ വേണ്ടി വന്നാ പൈസ തിരിച്ചു തരാൻ വന്നത്. നമുക്ക് മരുന്നൊക്കെ മേടിക്കാം, ധൈര്യമായിട്ട് ചേട്ടൻ പേടിക്കണ്ട. മരുന്നൊക്കെ അമ്മ മേടിച്ചു തരാന്ന്. ചേട്ടൻ ധൈര്യമായിട്ട് വണ്ടി കയറി. ചേട്ടോ ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയതാണ്. ഞങ്ങള് ചേട്ടൻ അറിയേണ്ടത് ചേട്ടന് 1500 ഞങ്ങൾക്ക് തന്നത്. അതിന്റെ കൂടുതൽ 2000 രൂപ 3500 ഉണ്ട്. അതിന് വേണ്ട മരുന്നെല്ലാം മേടിച്ചു ചേട്ടാ. ശരി ധൈര്യമായിട്ട് പോയി. ശരി.